സർ, കേരളം ഇസ്ലാമിക ഭീകരതയുടെ ഒരു ഹബ്ബായി മാറിയിട്ടുണ്ടോ? ഇതിപ്പോ ഇപ്പോഴത്തെ ഒരു പുതിയ ഇൻഫർമേഷൻ ഒന്നുമല്ലല്ലോ, പണ്ട് മുതലേ അങ്ങനെ തന്നെയാണല്ലോ. ആർക്കും അറിയാൻ വയ്യാത്തത്. അല്ല, നമ്മളിപ്പോ പോപ്പുലർ ഫ്രണ്ടിന്റെ ജന്മം എവിടെയാണ്? നിരോധന സംഘടനയായ പോപ്പുലർ ഫ്രണ്ടിന്റെ ജന്മം എവിടെയാണ്? ഏറ്റവും കൂടുതൽ ആൾക്കാരെ അറസ്റ്റ് ചെയ്ത് ഇവിടുന്നാണ്. ഇവിടെ സിറിയയിലേക്കോ അഫ്ഗാനിസ്ഥാനിലേക്കോ ഒക്കെ ആടുമേക്കാൻ ഏറ്റവും കൂടുതൽ ആൾക്കാർ പോയെന്തിനാണ്? ISIS ചേരാൻ ഇവിടുന്നാണ്. ഇതെല്ലാം നമുക്ക് എല്ലാവർക്കും അറിയാവുന്ന കാര്യങ്ങളല്ലേ. പ്രത്യേകിച്ചൊരു ന്യൂസ് അല്ലല്ലോ കേരളം ഇതിന്റെ ഒരു ഹബ്ബാണെന്നുള്ളത്. അത് ലോകം മുഴുവൻ അറിയാം. അതെന്തെങ്കിലും ആരെങ്കിലും തുറന്നു പറഞ്ഞാൽ അത് ഇസ്ലാമോഫോബിയായി, പ്രൊപ്പഗൻഡയായി, കേരള വിരുദ്ധതയായി. സത്യമാണ് എന്ന് എല്ലാവരും തിരിച്ചറിഞ്ഞ കാലമൊക്കെ ഓൾറെഡി കഴിഞ്ഞു. എല്ലാവർക്കും കാര്യങ്ങളൊക്കെ ഇപ്പൊ എല്ലാവർക്കും അറിയാം. ഇപ്പോ കഴിഞ്ഞ ദിവസം ഒരു സെലിബ്രിറ്റി മറ്റൊരു സെലിബ്രിറ്റിയോട് നിർബന്ധിക്കുകയാണ്, ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുകയാണ്. അതിനെങ്ങനെ നോക്കി കാണുന്നു? ആരെ സെലിബ്രിറ്റി നിങ്ങൾ ഉദ്ദേശിക്കുന്നത്? അദ്ദേഹം ഒരു മുൻപ് ബിഗ് ബോസ് താരമായിരുന്നല്ലോ, ഷിയാസ് കരീം. ബിഗ് ബോസ് താരമൊക്കെ ഒരു സെലിബ്രിറ്റിയോ? അല്ലെങ്കിൽ സെലിബ്രിറ്റി എന്ന് പറഞ്ഞാൽ നിങ്ങൾ എന്താ ഉദ്ദേശിക്കുന്നത് സത്യം പറഞ്ഞാൽ? അല്ല, അദ്ദേഹം ഒരു പൊതുസമൂഹത്തിന് ബിഗ് ബോസ് മുന്നിൽ ഒരു പേക്കൂത്തിനകത്ത് ആരെങ്കിലും പോയെന്ന് പറഞ്ഞാൽ സെലിബ്രിറ്റി ആവൂ? അനാത്യന്തികമായ ഒരു മുസ്ലിമാണ്. അപ്പൊ ആ ഒരു ബീഫ് കഴിക്കാൻ നിർബന്ധിക്കുക എന്ന് പറയുന്നത്, ഒരാളിപ്പോ ബീഫ് കഴിക്കുക അല്ലെങ്കിൽ ഞാൻ അതിന്റെ ഒരു വീഡിയോ കണ്ടിരുന്നു, വ്യാപകമായി പ്രചരിക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിനകത്ത് ആ സ്ത്രീ ബീഫ്, പിന്നെ അതിനുശേഷം ബീഫ് വിളമ്പുന്നതൊക്കെ കൊടുത്തു കണ്ടു. ഇന്നത്തെ ഒരാൾ ബീഫ് കഴിക്കുകയോ ഇല്ലയോ എന്നുള്ളതല്ല, ബീഫ് കഴിക്കാൻ എത്രയോ ഹിന്ദുക്കളുണ്ട്. അപ്പൊ അതൊന്നും അല്ല ഇതിനകത്ത് വിഷയം. അതിനകത്ത് രാഷ്ട്രീയമാണ്. അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ് എന്റെ പ്രധാന ഇഷ്യൂ. ആ മനുഷ്യൻ ചോദിച്ച ചോദ്യമാണ്, നിങ്ങൾ ബീഫ് കഴിക്കുന്ന ഡയറ്റിംഗ് കൊണ്ട്, ബീഫ് കഴിക്കാത്തത് ഡയറ്റിംഗ് കൊണ്ടാണോ അതോ BJP-കാരായോണ്ടാണോ? BJP-കാരും ബീഫ് കഴിക്കാറില്ലേ? നോർത്ത് ഈസ്റ്റിലൊക്കെ ഉള്ള BJP-കാരല്ലേ അവിടെ മുഖ്യമന്ത്രിമാരൊക്കെ? അവിടുത്തെ MLA-മാരെ ഭരണം BJP-ക്കല്ലേ, ക്രിസ്ത്യൻ ഡോമിനേറ്റഡ് ഏരിയകളിലൊക്കെ, എല്ലാ സംസ്ഥാനങ്ങളിലും. അവിടുത്തെ ആൾക്കാരും ബീഫ് കഴിക്കാറില്ലേ? അത് BJP-യും ബീഫായിട്ട് എന്താ ബന്ധം? അപ്പൊ അതൊരു പൊളിറ്റിക്കൽ ഇസ്ലാമാണ്. അത് കംപ്ലീറ്റ് ഒരു ജിഹാദി മൈൻഡ് സെറ്റാണ്. അത് വളരെ വ്യക്തമല്ലേ? അതൊരു ജിഹാദി ആണെന്നുള്ള വളരെ വ്യക്തമല്ലേ? നമ്മുടെ ആരിഫ് ഹുസൈൻ പറയുന്ന മാതിരി ഇതെല്ലാം ഒരു ജിഹാദികളാണ് ബേസിക്കലി. അതൊന്നും പറഞ്ഞിട്ട് കാര്യമില്ല. ആ ഒരു മൈൻഡ് സെറ്റ് എങ്ങനെയെങ്കിലുമൊക്കെ അറിയാതെ പുറത്തു വരും, അത്രേ ഉള്ളൂ. പൊതുസമൂഹം മൊത്തം ഇവർക്ക് സപ്പോർട്ടാണല്ലേ? ഇപ്പൊ പൊതുസമൂഹം എന്നൊന്നുമില്ല, ആൾക്കാർ വളരെ ഭയങ്കരമായിട്ട് റിയലൈസ് ചെയ്ത് തുടങ്ങിയെന്നേ. ഇപ്പൊ എന്താണ് ഇപ്പൊ പാലാ ബിഷപ്പ് എന്താ പറഞ്ഞത് ലവ് ജിഹാദിനെ പറ്റി? ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞാൽ ഇപ്പൊ TCS-ൽ ലവ് ജിഹാദ് പ്രൊപ്പഗൻഡയാണോ? 9 ഹിന്ദു പെൺകുട്ടികൾ പുറത്തു വന്ന് പോലീസിന്റെ അണ്ടർ കവർ ഓപ്പറേഷനാണത്. TCS-നകത്ത് നുഴഞ്ഞു കയറി അവിടുന്ന് ഡീറ്റെയിൽസ് കളക്ട് ചെയ്തിട്ട് ഈ കുട്ടികളുടെ പരാതി കൊടുത്തു. ഒരു കുട്ടി പരാതി തുടങ്ങി, ആ പരാതി കിട്ടിക്കഴിഞ്ഞപ്പോൾ അണ്ടർ കവർ ഓപ്പറേഷൻ നടത്തിയപ്പോഴാണ് 9 കുട്ടികൾ പുറത്തേക്ക് വന്നത്, ഹിന്ദു പെൺകുട്ടികൾ. അവരെയും ബീഫ് കഴിപ്പിച്ചു നിർബന്ധമായിട്ട്. അപ്പൊ കേരള സ്റ്റോറിൽ ബീഫ് കഴിപ്പിക്കുന്ന ഒരു സീൻ വന്നപ്പോൾ എന്തായിരുന്നു? ഇവിടെ എല്ലാവരും ബീഫുമായിട്ട് ഇറങ്ങിയില്ലേ? കപ്പയും ബീഫും ഏത്തക്കാപ്പവും ബീഫ് എന്നൊക്കെ പറഞ്ഞ്, ബീഫാണ് കേരളത്തിന്റെ സംസ്ഥാന ഭക്ഷണം എന്നൊക്കെ പറഞ്ഞ് ഇറങ്ങിയില്ലേ? സോ ഇതൊരു വലിയ ട്രാപ്പാണെന്ന്. ഈ ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു സാധനം ഇവിടെ സംഘികൾ ഉണ്ടാക്കിയതെന്നാണ് ഇവരെല്ലാം പറഞ്ഞു നടക്കുന്നത്. അങ്ങനത്തെ സംഭവം ഇല്ല. എങ്ങനെയാണ് ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു വാക്ക് വന്നത്? 2012 ജസ്റ്റിസ് KT ശങ്കറിന്റെ ഒരു ബെയിൽ ആപ്ലിക്കേഷനിൽ ഓർഡറിനകത്താണ് ലവ് ജിഹാദ്. അതും കേരളത്തിലെ DGP-മാരുടെ, സ്റ്റേറ്റ് പോലീസ് ചീഫ്മാരുടെ എല്ലാം റിപ്പോർട്ടുകൾ വെച്ചിട്ട്, ആ റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ലവ് ജിഹാദ് അല്ലെങ്കിൽ റോമിയോ ജിഹാദ് എന്ന് പറയുന്ന ഒരു പദ്ധതി ഇവിടെ കേരളത്തിൽ ഉണ്ട്. സ്പോൺസേഡ് പ്രോഗ്രാം, പൈസ ഇറക്കിയിട്ടുള്ള പരിപാടി, മതം മാറ്റത്തിന് വേണ്ടി, ഹിന്ദു ക്രിസ്ത്യൻ പെൺകുട്ടികളെ മതം മാറ്റുന്നതിന് വേണ്ടി അങ്ങനെ ഒരു പദ്ധതി ഉണ്ടെന്ന് ആ ജഡ്ജ്മെന്റിൽ എഴുതി വെച്ചിരിക്കുക. അങ്ങനെയാണ് ആദ്യമായിട്ട് അങ്ങനെ ഒരു വാക്ക് ഇവിടെ വരുന്നത് തന്നെ, ലവ് ജിഹാദ് എന്നൊരു സാധനം ഉണ്ടെന്ന് അറിയുന്നത്. പിന്നെ പാർലമെന്റിൽ എഴുതി ചോദിച്ചു, ലവ് ജിഹാദ് എന്ന് പറഞ്ഞൊരു കുറ്റകൃത്യം ഉണ്ട്? ലവ് ജിഹാദ് കുറ്റകൃത്യമല്ല, ഇന്ത്യൻ പീനൽ കോഡിൽ എഴുതി വെച്ചേക്കുന്ന സാധനമല്ല, അതുകൊണ്ട് ഇല്ലെന്നേ പറയാൻ പറ്റുള്ളൂ. പക്ഷെ ഇതൊരു പദ്ധതിയാണ്, ഇതൊരു മതം മാറ്റ പദ്ധതിയാണ്. അത് വളരെ ഈ ഗസ്വായ ഹിന്ദ് എന്ന് പറഞ്ഞ് ഇതിനകത്ത് അവരുടെ മതത്തിൽ തന്നെ എഴുതി വെച്ചേക്കുന്ന സാധനമാണ്. ഇന്ത്യയെ ഇസ്ലാമവൽക്കരിക്കുക. എന്തിനാണ് പോപ്പുലർ ഫ്രണ്ട് നിരോധിച്ചത്? അവരുടെ ഉദ്ദേശം എന്തായിരുന്നു? 2047 ഇന്ത്യ മുസ്ലിം കൺട്രി ആക്കി വയ്ക്കുക. നമ്മൾ കേരളം എന്ന് പറഞ്ഞാൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യമുണ്ട്. ഈ ജമാഅത്തെ ഇസ്ലാമി എന്ന് പറഞ്ഞ ഒരു ഭീകര സംഘടന കേരളത്തിൽ ചാനൽ നടത്തിക്കൊണ്ടിരിക്കുകയാണ്, മീഡിയ വൺ എന്ന് പറഞ്ഞാൽ. അത് അങ്ങനെ ഒരു സംസ്ഥാനമാണ് കേരളം. അത് കൈയടിക്കുകയാണ് നമ്മൾ. ജമാഅത്തെ ഇസ്ലാമിയുടെ ഭരണഘടനയിൽ എഴുതി വെച്ചേക്കാണ്, ഭരണഘടന, നമ്മുടെ ഇന്ത്യൻ ഭരണഘടനയെ അംഗീകരിക്കാൻ പാടില്ല.
ഇന്ത്യ ഒരു ഇസ്ലാമിക് രാജ്യമാക്കുന്നതാണ് അവരുടെ ലക്ഷ്യം എന്ന് എഴുതി വെച്ചേക്കുന്ന ഒരു സംഘടന TV ചാനൽ നടത്തിക്കൊണ്ടിരിക്കുന്ന ഒരു സംസ്ഥാനമാണ് കേരളം. ഇതൊക്കെ ന്യായമായ കാര്യം, നിസ്സാര കാര്യങ്ങളാണ് കേരളത്തിനെ സംബന്ധിച്ചോളം. ഇവിടെ മതേതരത്വത്തിന്റെ അങ്ങ് അപ്പോസ്തലന്മാരല്ലേ, അനുഭവിക്കും. അധികം താമസമൊന്നുമില്ല. കാശ്മീരും കേരളമായിട്ടുള്ള ദൂരം അത്ര ദൂരമൊന്നും അല്ല, അടുത്തടുത്ത് വന്നുകൊണ്ടിരിക്കുന്നു. ശരിക്കും നമുക്ക് എന്തുകൊണ്ടാണ് ഇതിനെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയാത്തത്? ഇവരുടെ ഈ ഒരു അജണ്ടകളെ ഒന്നും പ്രതിരോധിക്കാൻ കഴിയാതെ പോകുന്നത് എന്തുകൊണ്ടാണ്? കാരണം ഇവർക്ക് ഇതെല്ലാം എളുപ്പത്തിൽ നടപ്പാക്കാൻ പറ്റുന്നുണ്ടല്ലോ എല്ലാ മേഖലയിലും. അതിനകത്തൊക്കെ എല്ലാ ഈ ഹിന്ദു സംഘടനകൾക്കും ക്രിസ്ത്യൻ സംഘടനകൾക്കും ഒക്കെ ഉത്തരവാദിത്വമുണ്ട്. നമ്മൾ വേണ്ട രീതിയിലുള്ള പഠനങ്ങളും നമ്മുടെ കുഞ്ഞുങ്ങളെ അതിനനുസരിച്ച് ഗ്രൂം ചെയ്യാനായിട്ട് നമ്മളെ കൊണ്ട് പറ്റുന്നില്ല. ഇപ്പൊ ഗ്രൂമിംഗ് ഗ്യാങ് എന്നാണ് അറിയപ്പെടുന്നത് തന്നെ. ഇപ്പൊ ലണ്ടനിലൊക്കെ ഉള്ള പരിപാടിയാണിത്. TCS നടന്ന ഗ്രൂമിംഗ് ഗ്യാങ് ആണ്, അങ്ങനെ അറിയപ്പെടുന്നത് തന്നെ. അവര് നമ്മുടെ ഈ സാമ്പത്തിക പിന്നോക്കാവസ്ഥ ഹിന്ദു പെൺകുട്ടികളുടെ പിന്നോക്കാവസ്ഥ മനസ്സിലാക്കിയിട്ട് അവരെ കെണിയിൽ വീഴ്ത്തുകയാണത്. അപ്പൊ അത് വളരെ കാര്യമായ രീതിയിൽ അത് സാമൂഹികമായിട്ടും മതപരമായിട്ടും പ്രതിരോധിച്ചേ അടങ്ങുള്ളൂ. പിന്നെ വേറെ കാര്യം, ഇതൊക്കെ എക്സ്പോസ്ഡ് ആയി തുടങ്ങി, നന്നായിട്ട് എക്സ്പോസ്ഡ് ആയിട്ടുണ്ട്. അപ്പൊ അതുകൊണ്ട് ആൾക്കാരെല്ലാം അവെയറാണ്. ഇപ്പൊ പള്ളികളിലൊക്കെ അവർ കൃത്യമായിട്ട് കൗൺസിലിംഗ് ഒക്കെ കൊടുക്കുന്നുണ്ട് കുട്ടികൾക്കൊക്കെ. അവര് വളരെ അഡ്വാൻസ് ആയിട്ട് മുമ്പോട്ട് പോയി. ഹിന്ദു സമാജമാണ്. പിന്നെ നമുക്ക് അങ്ങനത്തെ ഒരു പള്ളി എന്ന് പറഞ്ഞൊരു കൺസെപ്റ്റ് ഒന്നും ഇല്ലാത്തത്. നമ്മൾ അമ്പലത്തിൽ ഇഷ്ടമുള്ളവർക്ക് പോയാൽ മതി. അമ്പലത്തിൽ പോകണമെങ്കിൽ ആരും നിർബന്ധവും ഇല്ല. ഒരു പ്രത്യേക ദിവസം എല്ലാവരും കൂടെ അമ്പലത്തിലോട്ട് പള്ളി പോകുന്നൊരു പരിപാടി നമുക്ക് ഹിന്ദുക്കൾക്കില്ല. അപ്പൊ അതുകൊണ്ട് പക്ഷെ എന്നാലും ഇതൊരു നാച്ചുറൽ ആയിട്ടുള്ളൊരു ഉണ്ട്. ഇതിനകത്ത് ഒരു കാര്യം നിങ്ങൾ മനസ്സിലാക്കേണ്ടത്, ഇത് സനാതന ധർമ്മമാണിത്. സനാതനം എന്ന് പറഞ്ഞാൽ തുടങ്ങിയ എന്താണെന്ന് ആർക്കും അറിയില്ല. ഉണ്ടല്ലേ സനാതനം പറഞ്ഞുകൊണ്ട് അതിന് അവസാനവും ഇല്ല. ഇവിടെ ഇപ്പം ഇത്രയും വർഷം 400 വർഷത്തോളം നമ്മുടെ ജിഹാദികൾ വന്ന് കയ്യേറ്റം നടത്തി, ഇവിടെ ഭരണം നടത്തി, അമ്പലങ്ങളെല്ലാം പിടിച്ച് പൊളിച്ച് കളഞ്ഞു. മുഗൾ ടിപ്പു സുൽത്താൻ ഉൾപ്പെടെ അമ്പലങ്ങളൊക്കെ ഇടിച്ചു പൊളിച്ച് കളഞ്ഞു. നമ്മുടെ സ്ത്രീകളെയൊക്കെ റേപ്പ് ചെയ്ത് ഒരുപാട് പേരെ നിർബന്ധ മതപരിവർത്തനം നടത്തി. അത് കഴിഞ്ഞിട്ട് 200 വർഷം ബ്രിട്ടീഷുകാർ വന്നിട്ട് അവർ ഈ പറഞ്ഞമാതിരി അവരുടെ ഇവാഞ്ചലൈസേഷൻ മാക്സിമം നടത്തി. വിദ്യാഭ്യാസത്തിൽ കൂടെയും ആരോഗ്യത്തിൽ കൂടെയും പൈസയൊക്കെ കൊടുത്ത് ഒരുപാട് പേരെ മതം മാറ്റി. ഇതെല്ലാം കഴിഞ്ഞ് 1947 ഇവരെല്ലാം വിട്ടു പോകുമ്പം 200 വർഷത്തോളം അധിനിവേശം നടന്ന രാജ്യത്ത് നമുക്ക് ഒരു നേതാവില്ല, ഹിന്ദുക്കൾക്ക് ഒരു നേതാവില്ല, ഒരു പുസ്തകമല്ല. പുസ്തകം വായിക്കുന്ന ഹിന്ദു ടെക്സ്റ്റുകൾ വായിക്കുന്ന വെറും 5% താഴെ ഹിന്ദുക്കൾ മാത്രമേ ടെക്സ്റ്റുകളൊക്കെ വായിക്കാറുള്ളൂ. അപ്പൊ അങ്ങനെ ഇത്രയും വൈവിധ്യമാർന്ന ഒരു രാജ്യത്ത് ഒരു നേതാവില്ല, ഒരു സംഘടന ഇല്ല. അങ്ങനെ സ്ഥലത്ത് ഇവര് 1947 അധിനിവേശം കഴിഞ്ഞപ്പോഴും 87% ഹിന്ദുക്കളായിരുന്നു. ആരും പറഞ്ഞിട്ടില്ല അവർ ഹിന്ദുവായിട്ട് തുടർന്നു. അപ്പൊ ഇതിന്റെ ഒരു സെൽഫ് റെസിസ്റ്റൻസ് ഉണ്ട്. കാരണം ഇത് സനാതന ധർമ്മമാണ്. അപ്പൊ എത്ര ശ്രമിച്ചാലും ഒരു പരിധിവരെ അവർക്ക് മുമ്പോട്ട് പോകാൻ സാധിക്കുകയുള്ളൂ. അങ്ങനെ ഒരു സെൽഫ് ഡിഫൻസ് ഉണ്ട് ഇതിനകത്ത്. അതുകൊണ്ടാണ് ഇങ്ങനെ കുഴപ്പമില്ലാതെ നിൽക്കുന്നത്. പക്ഷെ എന്നാലും നമ്മൾ വേറൊരു ലെവലിലേക്ക് ഇത് പോവാതിരിക്കുന്നതിന് വേണ്ട കരുതലുകൾ എടുക്കേണ്ടത് എത്രയും അത്യാവശ്യമാണ്. അത് സർക്കാരിന്റെ തലത്തിലും വേണം, ഹിന്ദു സംഘടനകളുടെയും ക്രിസ്ത്യൻ സംഘടനയുടെയും തലത്തിൽ ഉണ്ടായില്ലെങ്കിൽ കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. വേറെ തർക്കമുണ്ട്. കേരളം അടുത്ത കാശ്മീറായി മാറുകയാണോ അപ്പോ? സംശയമില്ല. നിങ്ങൾക്ക് എന്തെങ്കിലും സംശയം ഉണ്ടോ? എന്തെങ്കിലും സംശയമുണ്ട്? ഇപ്പൊ എത്ര പച്ചയ്ക്ക് ഇവിടെ കാര്യങ്ങളൊക്കെ പറയാൻ പറ്റുന്നു. ഇപ്പം മതമാണ് ഞങ്ങളുടെ പ്രശ്നം എന്ന് വിളിച്ചു പറയുന്ന ഒരുത്തനാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ഞങ്ങൾ മതത്തിന് വേണ്ടി മാത്രം നിൽക്കുന്നതാണ്. പക്ഷെ ആ പാർട്ടിയുടെ പേര് മുസ്ലിം ലീഗ് എന്നാണ്. അതും എന്താ പറയുക, സെക്യുലർ പാർട്ടി എന്നാണ് വെപ്പ്. അപ്പൊ പിന്നെ നമ്മൾ ഇത്രയൊക്കെ പ്രതീക്ഷ മതി കേരളത്തിൽ. ഇവരെയൊന്നും തുറന്നു കാണിക്കാൻ ഇന്നും മൊത്തത്തിൽ പറ്റിയിട്ടില്ല അല്ലേ? ഇവരെയൊന്നും തുറന്നു കാണിക്കാനോ ഇതൊന്നും ആളുകൾക്ക് ഓൾറെഡി തുറന്നു കിടക്കാണല്ലോ, എക്സ്പോസ്ഡ് ആണല്ലോ ഓൾറെഡി. അതുകൊണ്ടല്ലേ ഈ കാര്യങ്ങളൊക്കെ പുറത്തു വരുന്നത്. കാര്യങ്ങൾ കൃത്യമായി പുറത്തു വരുന്നത് എന്തുകൊണ്ടാണ്? ഇവരെല്ലാം എക്സ്പോസ്ഡ് ആയതുകൊണ്ടാണ്. അത്ര എളുപ്പമൊന്നുമല്ല അവരുടെ കാര്യങ്ങൾ മുമ്പോട്ട് പോകാൻ. ആൾക്കാർക്കൊക്കെ തിരിച്ചറിവ് ഉണ്ടായി കഴിഞ്ഞു. ഒരുപാട് പേര് തിരിച്ചറിഞ്ഞു കഴിഞ്ഞു. ഇനി വളരെ പെട്ടെന്ന് അതിന്റെ സ്പീഡ് കൂടിക്കൊണ്ടിരിക്കുകയാണ് ഈ തിരിച്ചറിവിന്റെ. അത് നടന്നോളൂ.